എൺപതുകളുടെ തുടക്കത്തിൽ തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയെ മെഗാസ്റ്റാർ പദവിയിലേക്ക് ഉയർത്തിയ ചിത്രം. നിരൂപകരും സാധാരണ പ്രേക്ഷകരും ഒരുപോലെ വാഴ്ത്തിയ സിനിമ. വാണിജ്യപരമായി അക്കാലത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ. ഇർവിംഗ് വാലിൻസിന്റെ ദി ഓൾമൈറ്റി എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ഡെന്നീസ് ജോസഫ് തിരക്കഥ ഒരുക്കിയ സിനിമ. വെറും 21 ദിവസം കൊണ്ട് ഷൂട്ടിംഗ് തീർത്ത സിനിമ. ജോഷി എന്ന സംവിധായകന്റെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്ന്. റിലീസായി 37 വർഷങ്ങൾ പിന്നിടുമ്പോഴും ഇന്നും ഇന്ത്യൻ സിനിമകളിലെ എക്കാലത്തെയും മികച്ച സിനിമകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. പറഞ്ഞുവരുന്നത് ഡെന്നീസ് ജോസഫിന്റെ തിരക്കഥയിൽ ജോഷി സംവിധാനം ചെയ്ത് 1987 പുറത്തിറങ്ങിയ മലയാള ചിത്രം ന്യൂഡൽഹിയെ പറ്റിയാണ്. 1987 ജൂലൈ 24-നായിരുന്നു ചിത്രം റിലീസ് ചെയ്തത്. മമ്മൂട്ടി GK എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ഈ ചിത്രത്തിൽ സുമലത, ഉർവശി, സുരേഷ് ഗോപി, ത്യാഗരാജൻ, സിദ്ദിഖ്, വിജയരാഘവൻ, മോഹൻ ജോസ്, ദേവൻ, ജഗന്നാഥ വർമ്മ തുടങ്ങിയവർ മറ്റ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു. ജൂബിലി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജോയ് തോമസ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. വാണിജ്യപരമായി ഈ ചിത്രം വൻ വിജയമായിരുന്നു. അഴിമതിക്കാരായ 2 രാഷ്ട്രീയക്കാരുടെ ദുഷ്കൃത്യങ്ങൾ വെളിച്ചത്തു കൊണ്ടുവരുന്നതിനെ തുടർന്ന് തടവിലാക്കപ്പെടുന്ന ഡൽഹിയിലെ ഒരു പത്രപ്രവർത്തകന്റെ പ്രതികാരത്തിന്റെ കഥയാണ് ഈ ചിത്രം പറയുന്നത്. ഇർവിംഗ് വാലിൻസിന്റെ ദ ഓൾമൈറ്റി എന്ന നോവലുമായി ചിത്രത്തിന്റെ കഥയ്ക്ക് സാമ്യമുണ്ട്. മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ് ന്യൂഡൽഹി. മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായ ചിത്രം. മമ്മൂട്ടിയുടെ ന്യൂഡൽഹി എന്ന ഈ ചിത്രത്തെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.